വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെ ചിത്രകഥയിലൂടെ ഇളം തലമുറയ്ക്കായി പരിചയപ്പെടുത്തിയ ആർട്ടിസ്റ്റ് ദേവസിക്ക് നാടിൻ്റെ അംഗീകാരം. മുക്കന്നൂരിലെ റോയൽ ക്ലബ്ബിൽ നടന്ന ചടങ്ങിലാണ് ദേവസിയെ ആദരിച്ചത്. 1979 മുതൽ POC പുറത്തിറക്കിയിട്ടുള്ള താലന്ത് മാസികയിലെ ചിത്രകാരനായി 10 വർഷം അവിടെ സേവനം ചെയ്ത ദേവസി പിന്നീട് തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് മാറി. അവിടെ വെച്ചാണ് പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊണ്ട എല്ലാ കഥകളും ചിത്രങ്ങളിലൂടെ വരച്ചത് ദേവസി ആ സ്ഥാപനത്തിൽ വെച്ചാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ സ്ഥിരം ക്രിസ്തുവിശ്വാസികൾ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുറം ചട്ടയിലുള്ള ഒരു കുരിശ് നമ്മൾ കാണുന്നുണ്ട്. ഒരു വെള്ള നിറത്തിൽ നടുവിൽ വരെ ഒരു ലൈനോട് കൂടി. ആ ചിത്രം വരച്ചത് ശ്രീ ആർട്ടിസ്റ്റ് ദേവസിയാണ്. ആ ശ്രീ ദേവസിയെ ഒത്തിരി ആദരവോടുകൂടി ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായ കാര്യം, നമ്മുടെ ക്രിസ്തു ജയന്തി ആഘോഷങ്ങൾ 2000-ലാണ് നടന്നത്. ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ 2000-ൽ പുറത്തിറക്കിയ ക്രിസ്തു ജയന്തി പ്രമാണിച്ച് പുറത്തിറക്കിയ ഒരു സ്റ്റാമ്പുണ്ട്. നമുക്ക് അഭിമാനിക്കാം. മുക്കലുകാർക്കും നമുക്ക് എല്ലാവർക്കും കേരള സംസ്ഥാനത്തിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരു മുക്കലുകാരൻ വരച്ച ചിത്രം സ്റ്റാമ്പായി മാറുക എന്നുള്ളത്. എറണാകുളം ജില്ലയിലെ മൂക്കന്നൂർ സെന്റ് മേരീസ് ദേവാലയത്തിനടുത്തുള്ള പയ്യപ്പിള്ളിൽ എന്ന ചെറിയ വീടിൻ്റെ ഇടുങ്ങിയ സ്വീകരണ മുറിയിലിരുന്ന് ദേവസി വരച്ച ബൈബിൾ ചിത്രങ്ങൾ ഇന്ന് ലോകം മുഴുവൻ എത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നാം കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളുമൊക്കെ അദ്ദേഹം വരകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കോക്കുന്ന ഇടവക വികാരി ഫാദർ ഷാജൻ പുത്തൻപുരയിലാണ് ചടങ്ങിൽ ദേവസിക്ക് അവാർഡ് സമ്മാനിച്ചത്. മൂക്കന്നൂർ ഫൊറോന വികാരി ഫാദർ ജോസ് പൊള്ളയിൽ പ്രസംഗിച്ചു. ബ്രദർ ജോസ് ഞാളിയത്ത്, സെൽവി ബേബി, അമൽ അശോക്, റോയ് PJ എന്നിവരെയും ആദരിച്ചു. റോയൽ ക്ലബ്ബ് അംഗം ടോമി കാളാമ്പറമ്പിലിൻ്റെ 25ാം വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾ ചടങ്ങിനെ വർണ്ണശബളമാക്കി മാറ്റി.